ഹലോ ഓൾ, പോളിടെക്നിക് ലെക്ചറർ ഇലക്ട്രോണിക്സ് ഈ ഒരു എക്സാം ഡേറ്റ് വന്നിരിക്കുകയാണ്. ഓഗസ്റ്റ് 29-നാണ് നമ്മുടെ എക്സാം. സോ ഇലക്ട്രോണിക്സുകാരെ സംബന്ധിച്ച് നിങ്ങൾക്ക് എത്തിപ്പെടാൻ വരുന്ന ഒരു ഡ്രീം പോസ്റ്റാണ് പോളിടെക്നിക് ലെക്ചറർ. അപ്പോൾ എന്താണ് പോളിടെക്നിക് ലെക്ചറിൻ്റെ സിലബസിൽ വന്നിരിക്കുന്ന മാറ്റം? ഇന്നാണ് ഒഫീഷ്യലി കേരള PSC അതിൻ്റെ സിലബസ് പുറത്തുവിട്ടിരിക്കുന്നത്. സിലബസിൽ ഒരുപാട് മാറ്റങ്ങളുണ്ട്. പണ്ടത്തെ സിലബസിൽ സിവിൽ, മെക്കാനിക്കൽ, ടെക്നിക്കൽ മാത്തമാറ്റിക്സ്, അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ പോലത്തെ അതർ എഞ്ചിനീയറിംഗ് സബ്ജക്റ്റുകൾ നമ്മുടെ പണ്ടത്തെ സിലബസിൽ ഉണ്ടായിരുന്നു. അതൊക്കെ കംപ്ലീറ്റ്ലി ഒഴിവാക്കിക്കൊണ്ട് വെറും 6 മൊഡ്യൂളായിട്ട് സിലബസിനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കോർ ഇലക്ട്രോണിക് സബ്ജക്റ്റുകൾ മാത്രം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ പുതിയ സിലബസ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ വന്നിരിക്കുന്നത് ഒരു സുവർണ അവസരമാണ്. നല്ല എഫക്റ്റീവ് ആയിട്ടുള്ളൊരു സ്റ്റഡി പ്ലാനിലൂടെ നമുക്ക് എന്തായാലും പോളിടെക്നിക് ലെക്ചറിൻ്റെ ക്രാക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ പോളിടെക്നിക് ലെക്ചർ ഇലക്ട്രോണിക്സിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് ഒക്കെ നമുക്കൊന്ന് പരിചയപ്പെടാം. അതിന് മുന്നേ ആയിട്ട് ശാസ്ത്ര ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഓൺലൈൻ ക്രാഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോൻ്റെ അവസാനം പറയാം. അപ്പോൾ നമുക്ക് സിലബസ് ഒന്ന് പരിശോധിക്കാം. സോ ഇതിൻ്റെ സിലബസിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു 6 ഡിഫറെൻറ്റ് മൊഡ്യൂൾസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് എസെൻഷ്യൽസ് ഓഫ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ആണ്. എസെൻഷ്യൽസ് ഓഫ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളെ പണ്ടത്തെ സിലബസിൽ ഉണ്ടായിരുന്ന ജനറൽ ഇലക്ട്രോണിക്സ് തന്നെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതായത് ജനറൽ ഇലക്ട്രോണിക്സ് എന്ന് പറയുമ്പോൾ ആക്റ്റീവ് ആൻഡ് പാസീവ് ഡിവൈസസ്. ആക്റ്റീവ് ആൻഡ് പാസീവ് ഡിവൈസസിൻ്റെ ബേസിക് ആയിട്ടുള്ള ഓവർവ്യൂ മാത്രമാണ് സിലബസിൽ കൊടുത്തിരിക്കുന്നത്. ബേസിക് ആയിട്ടുള്ള ഓവർവ്യൂ മാത്രം. ഓക്കെ, പിന്നെ നമുക്ക് വരുന്നത് LED വർക്കിംഗ്, അപ്ലിക്കേഷൻ, അതുപോലെ LED-യും CFL തമ്മിലുള്ള കമ്പാരിസൺ, അതുപോലെ ബേസിക് ആയിട്ടുള്ള ഫുൾ വേവ് റെക്ടിഫയർ എന്താണ്, 7805 വോൾട്ടേജ് റെഗുലേറ്റർ എന്താണ്, സ്വിച്ച്ഡ് മോഡ് പവർ സപ്ലൈ SMPS എന്താണ്, IC എന്താണ്, SMD എന്താണ്, അങ്ങനെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. അതുപോലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്വിച്ചസ് അതെങ്ങനെ വർക്ക് ചെയ്യുന്നു, മൈക്രോ കൺട്രോളറിൻ്റെ ഫണ്ടമെൻ്റൽ ബേസിക്സ്, ഇൻവേർട്ടറും UPS-ഉം എന്താണ്, അതിൽ ഓൺലൈൻ UPS, ഓഫ്ലൈൻ UPS പോലത്തെ കാര്യങ്ങളൊക്കെ, അതുപോലെ ഇലക്ട്രോണിക് വേസ്റ്റ്. ഇത് ശരിക്കും നമ്മൾ പണ്ടത്തെ സിലബസിൽ 5 മാർക്കിൻ്റെ ഒരു പാർട്ടായിരുന്നു ഈ എസെൻഷ്യൽസ് ഓഫ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. ഇത്തവണ അത് 12 മാർക്കിൻ്റെ സെപ്പറേറ്റ് പാർട്ടായിട്ട് നമ്മൾ സിലബസിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത്രയും ബ്രീഫായിട്ട് സിലബസ് കൊടുത്തിട്ടുണ്ട്. സെക്കൻഡ് മൊഡ്യൂൾ എന്ന് പറയുന്നത് ഇലക്ട്രോണിക് സർക്യൂട്ടാണ്. ഇലക്ട്രോണിക് സർക്യൂട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു സംഭവമാണ്. കാരണം 20 മാർക്കിൻ്റെ ഒരു സെഷനാണ്. അപ്പോൾ PN ജംഗ്ഷൻ ഡയോഡ്, സെനർ ഡയോഡ്, ടണൽ ഡയോഡ്, അതുപോലെ തന്നെ NPN ആൻഡ് PNP ട്രാൻസിസ്റ്റർ, JFET, MOSFET ഒക്കെ ഇതിൽ വരുന്നുണ്ട്. അതുപോലെ റെക്ടിഫയർ ആൻഡ് ഫിൽട്ടർ, എല്ലാ ടൈപ്പ് റെക്ടിഫയേഴ്സും ഫിൽറ്റേഴ്സിൻ്റെയും അനാലിസിസ് വരുന്നുണ്ട്. BJTയുടെ ഡിഫറെൻറ്റ് കോൺഫിഗറേഷൻസ് വരുന്നുണ്ട്. പവർ ആംപ്ലിഫയർ, വോൾട്ടേജ് ആംപ്ലിഫയർ പോലത്തെ എല്ലാ ആംപ്ലിഫയർ സർക്യൂട്ടും വരുന്നുണ്ട്. അതുപോലെ തന്നെ ട്രാൻസിസ്റ്റർ ബയാസിങ്ങിൻ്റെ കോൺസെപ്റ്റൊക്കെ വരുന്നുണ്ട്. ട്രാൻസിസ്റ്റേഴ്സിൻ്റെ അപ്ലിക്കേഷൻസ് വരുന്നുണ്ട്. പിന്നെ കപ്ലിംഗ് മെത്തേഡ്സ് വരുന്നുണ്ട്. ഡിഫറെൻ്റ് ആയിട്ടുള്ള കപ്ലിംഗ് മെത്തേഡ്സ് ഏതൊക്കെയാണ്, DC കപ്ലിംഗ്, RC കപ്ലിംഗ്, ട്രാൻസ്ഫോമർ കപ്ലിംഗ് ഒക്കെ പറയുന്നുണ്ട്. പിന്നെ പവർ ആംപ്ലിഫയർ പോലെ തന്നെ ട്യൂൺഡ് ആംപ്ലിഫയറും ഡിഫറെൻ്റ് ആയിട്ടുള്ള മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയേഴ്സും നമ്മുടെ സിലബസിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഫീഡ്ബാക്കും, ഓസിലേറ്റേഴ്സും, മൾട്ടി വൈബ്രേറ്റേഴ്സും. അപ്പോൾ ശരിക്കും നമ്മൾ BTechന് പഠിക്കുന്ന ഇലക്ട്രോണിക് സർക്യൂട്ട് കംപ്ലീറ്റ് ആയിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട് സിലബസിൽ, അല്ലേ? യെസ്. പിന്നെ ലീനിയർ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് ആണ് നെക്സ്റ്റ് വരുന്നത്. ലീനിയർ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ടിൽ ഇതും 20 മാർക്കിൻ്റെ മേജറായിട്ടുള്ളൊരു പോർഷനാണ്. ഇതിൽ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ എന്താണെന്ന് പറയുന്നുണ്ട്, ഒപ്പാമ്പ്, അതിൻ്റെ ഐഡിയൽ ക്യാരക്ടറിസ്റ്റിക്സ്, അതുപോലെ തന്നെ ലീനിയർ സർക്യൂട്ട്, അതായത് ഇൻവേർട്ടിങ്, നോൺ ഇൻവേർട്ടിങ്, സമ്മിങ് ആംപ്ലിഫയർ, ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ, ഇൻസ്ട്രുമെൻറ്റേഷൻ ആംപ്ലിഫയർ പോലത്തെ ലീനിയർ സർക്യൂട്ട്സ് വരുന്നുണ്ട്. പ്രിസിഷൻ റെക്ടിഫയേഴ്സ് വരുന്നുണ്ട്, അതായത് എല്ലാ ടൈപ്പ് റെക്ടിഫയേഴ്സും എങ്ങനെ നമുക്ക് ഉണ്ടാക്കാം. അതുപോലെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ലോഗ്, ആൻറ്റി ലോഗ്, സ്മിത്ത് ട്രിഗർ പോലത്തെ നോൺ ലീനിയർ സർക്യൂട്ട്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ആക്റ്റീവ് ഫിൽറ്റേഴ്സ് വരുന്നുണ്ട്, സിഗ്നൽ ജനറേറ്റർ, IC 555, PLL, VCO, അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള അപ്ലിക്കേഷൻസൊക്കെ ലീനിയർ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്സിൽ വരുന്നുണ്ട്. ഇതിനും 20 മാർക്കാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്, മൈക്രോ പ്രൊസസ്സർ ആൻഡ് മൈക്രോ കൺട്രോളറാണ് നമ്മുടെ 4ാമത്തെ മൊഡ്യൂളായിട്ട് വരുന്നത്. ഇതിനും 20 മാർക്കാണ്. ഇതിലൊരു 16 മാർക്കെങ്കിലും നമ്മൾ ഡിജിറ്റൽ ഇലക്ട്രോണിക്സിനെ കോൺസെൻട്രേറ്റ് ചെയ്യണം.
ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൻ്റെ ഫുൾ പാർട്ട് വരുന്നുണ്ട്. നമ്പർ സിസ്റ്റം, അതുപോലെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്പെഷ്യൽ കോഡ്സ്, ബൂലിയൻ അൽജിബ്ര, കെ മാപ്പ്, അതുപോലെ തന്നെ ഏതൊക്കെ ടൈപ്പ് കോമ്പിനേഷൻ സർക്യൂട്ട്സ് ഉണ്ട്, ഏതൊക്കെ ടൈപ്പ് സീക്വൻഷ്യൽ സർക്യൂട്ട്സ് ഉണ്ട്, അതിൽ ഫ്ലിപ്പ് ഫ്ലോപ്പ്, കൗണ്ടർ, ഷിഫ്റ്റ് രജിസ്റ്റർ പോലത്തെ എല്ലാ സീക്വൻഷ്യൽ സർക്യൂട്ടും സിലബസിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ അടുത്ത പാർട്ട് എന്ന് പറയുന്നത് ഇതിൽ തന്നെ മെമ്മറി, ഡിജിറ്റലിൻ്റെ കൂടെ മെമ്മറി കൊടുത്തിട്ടുണ്ട്. എല്ലാ വോളറ്റൈൽ മെമ്മറിയും നോൺ വോളറ്റൈൽ മെമ്മറീസും സിലബസിലുണ്ട്. ലോജിക് ഫാമിലീസ്, RTL, DTL, TTL, ECL, IAL, CMOS ഇതൊക്കെ പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഫുൾ കമ്പാരിസൺ, അതിൻ്റെ പാരാമീറ്റേഴ്സ്, അതുപോലെ അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടറും ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടറും ബ്രീഫായിട്ട് പഠിക്കാനുണ്ട്. ഡിഫറെൻ്റ് ആയിട്ടുള്ള മൈക്രോ പ്രോസസ്സേഴ്സ് പഠിക്കാനുണ്ട്. അതിൽ കുറേ ഇൻ്റർഫേസിങ് ആയിട്ട് ICസും ഇൻ്റർഫേസിങ് ICസ് പഠിക്കാനുണ്ട്. പിന്നെ സ്പെഷ്യലായിട്ടുള്ള 8086ൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള വേർഷൻസ് പഠിക്കാനുണ്ട്. ഇതാണ് 4ാമത്തെ മൊഡ്യൂൾ. 4ാമത്തെ മൊഡ്യൂളും നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല, 20 മാർക്കിൻ്റെ ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ്. പിന്നെ നമുക്ക് വരുന്നത് 5th മൊഡ്യൂളാണ്. 5th മൊഡ്യൂൾ എന്ന് പറയുന്നത് ശരിക്കും കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ആണ്. കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിൽ അതിൻ്റെ ആദ്യത്തെ പാർട്ട് സിഗ്നൽസ് ആൻഡ് സിസ്റ്റമാണ്. സിഗ്നൽ ക്ലാസിഫിക്കേഷൻ, LTA സിസ്റ്റം ഒക്കെ പറയുന്നുണ്ട്. പിന്നെ സിഗ്നൽ നോയ്സിനെ കുറിച്ച് ബ്രീഫായിട്ട് പറയുന്നുണ്ട്. പിന്നെ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ, ഫ്രീക്വൻസി മോഡുലേഷൻ, ഫേസ് മോഡുലേഷൻ, ഇതിൻ്റെയൊക്കെ ബ്രീഫ് അനാലിസിസ് പറയുന്നുണ്ട്. DSPയുടെ ബേസിക്സ് പറയുന്നുണ്ട്. DSP ഫുള്ളായിട്ട് പഠിക്കാനുണ്ട്. പിന്നെ ആൻറ്റിനാസ് പറയുന്നുണ്ട്. ടെലിവിഷൻ എന്നുള്ള സബ്ജക്റ്റിൽ ഫുള്ളായിട്ട് വരുന്നുണ്ട്. പിന്നെ അനലോഗ് കമ്മ്യൂണിക്കേഷൻ പോലെ തന്നെ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ട്. അതിൽ പൾസ് കോഡ് മോഡുലേഷൻ, പൾസ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ, പൾസ് വിഡ്ത്ത് മോഡുലേഷൻ, പൾസ് പൊസിഷൻ മോഡുലേഷൻ തൊട്ട് കംപ്ലീറ്റ് ആയിട്ടുള്ള ഡിജിറ്റൽ മോഡുലേഷൻ ഉണ്ട്. മൾട്ടിപ്ലക്സിങ് ടെക്നിക്സ് പഠിക്കാനുണ്ട്. മൈക്രോവേവ് ആൻഡ് റഡാർ പഠിക്കാനുണ്ട്. മൈക്രോവേവ് റഡാറൊക്കെ നമ്മൾ BTechൽ പഠിക്കുന്നതാണ്. അതൊക്കെ ബ്രീഫായിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ മൊത്തം കമ്മ്യൂണിക്കേഷൻ പാർട്ടിന് 18 മാർക്കാണ് വെയിറ്റേജ് വരുന്നത്. പിന്നെ നെക്സ്റ്റ് നമുക്ക് 6ാമത്തെ മൊഡ്യൂൾ നോക്കാം. 6ാമത്തെ മൊഡ്യൂൾ നമ്മുടെ ഫൈനൽ മൊഡ്യൂളാണ്. അതിന് 10 മാർക്കേ ഉള്ളൂ. അതിൽ വരുന്നത് പവർ ഇലക്ട്രോണിക്സ്, ഒപ്റ്റോ ഇലക്ട്രോണിക്സ്, PLC ആൻഡ് മെഷറിംഗ് എക്യുപ്മെൻറ്റ്സ്, ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ പവർ ഇലക്ട്രോണിക്സിലെ എല്ലാ പവർ ഇലക്ട്രോണിക് ഡിവൈസസും പഠിക്കാനുണ്ട്. SCR, UJT, ട്രയാക്ക്, ഡയാക്ക്, IGBT പോലെ എല്ലാ പവർ ഇലക്ട്രോണിക് ഡിവൈസും പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസ് പഠിക്കാനുണ്ട്. ട്രിഗറിങ് മെത്തേഡ്സ് പഠിക്കാനുണ്ട്. PLCയുടെ ഫണ്ടമെൻ്റൽ ബേസിക്സ് പഠിക്കാനുണ്ട്. പിന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള മെഷർമെൻറ്റ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ ഡിവൈസസ് പഠിക്കാനുണ്ട്. മൾട്ടിമീറ്റേഴ്സ് പഠിക്കാനുണ്ട്. CRO, DSO ഒക്കെ പഠിക്കാനുണ്ട്. പിന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേസ് വരുന്നുണ്ട്. ലോജിക് പ്രോബും ലോജിക് അനലൈസേഴ്സും വരുന്നുണ്ട്. ഇതാണ് ശരിക്കും 6ാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത്. 6ാമത്തെ മൊഡ്യൂൾ അത്രയും ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. 10 മാർക്കാണ്. അപ്പോൾ ഇതാണ് മൊത്തം നമ്മുടെ സിലബസ് വരുന്നത്. സിലബസ് ഫുള്ളായിട്ട് ഞാൻ വായിച്ചിട്ടില്ല, ഒരു ജനറൽ ആയിട്ടുള്ള ഔട്ട്ലൈനാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് നമ്മൾ പറഞ്ഞു. അപ്പോൾ ശാസ്ത്ര 27/5 തൊട്ട് പുതിയ ക്രാഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് നമ്മുടെ ക്രാഷ് ബാച്ചിൻ്റെ സ്പെഷ്യാലിറ്റി? നിങ്ങൾക്കറിയാം 6 മൊഡ്യൂളുകളാണുള്ളത്. 6 മൊഡ്യൂളും നമ്മുടെ കോർ ഇലക്ട്രോണിക് സബ്ജക്റ്റുകളാണ് അല്ലേ? ഈ 6 മൊഡ്യൂളും വളരെ ബ്രീഫായിട്ട് നമ്മൾ എടുക്കും. വളരെ ബ്രീഫായിട്ടെന്ന് പറഞ്ഞാൽ BTech ലെവൽ ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ ഗേറ്റ് ലെവൽ ക്വസ്റ്റ്യൻസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് വളരെ ബ്രീഫായിട്ട് ഉള്ള ക്ലാസ് നമ്മൾ എടുക്കും. അതിൽ ബ്രീഫായിട്ടുള്ള തിയറി ഡിസ്കഷൻ ഉണ്ടായിരിക്കും. ആ ഓരോ തിയറി ബേസിലുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് എഫക്റ്റീവ് ആയിട്ടുള്ളൊരു സ്റ്റഡി പ്ലാൻ ഞങ്ങൾ തരും. ആ പ്ലാൻ അനുസരിച്ച് നിങ്ങൾക്ക് പഠിച്ചു കഴിഞ്ഞാൽ എന്തായാലും ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ എക്സ്പേർട്ട് ആയിട്ടുള്ള ഫാക്കൽറ്റീസാണ് ഈ ഓരോ സബ്ജക്റ്റും ഹാൻഡിൽ ചെയ്യുന്നത്. വർഷങ്ങളായിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ളവരാണ് ഇതെല്ലാം ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ എഫക്റ്റീവായിട്ട് നമുക്കത് പഠിച്ചെടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ ഈ ബാച്ചിൽ ജോയിൻ ചെയ്യുന്ന സ്റ്റുഡൻസിന് ഒരു ബുക്ക്ലെറ്റ്, ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിൻ്റെ ഒരു ബുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ് ഈ ബുക്കിൻ്റെ സ്പെഷ്യാലിറ്റി? ഈ ഓരോ മൊഡ്യൂൾ വൈസ് ആയിട്ടും ടോപ്പിക് വൈസ് ആയിട്ടും ഉള്ള എല്ലാ പോസിബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഒരു വലിയ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിൻ്റെ ബുക്കും നിങ്ങൾക്ക് തരുന്നുണ്ട്. അപ്പോൾ ഈ ബുക്കിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ഈ ക്വസ്റ്റ്യൻസ് ഡീപ്പായിട്ട് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്ന വീഡിയോസും സെപ്പറേറ്റ് ആയിട്ട് ചെയ്യും. അതായത് ഈ ബുക്കിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസിൻ്റെയും ഡീപ്പായിട്ടുള്ള സൊല്യൂഷൻ നമ്മൾ വീഡിയോ ആയിട്ട് ഡിസ്കസ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ബുക്ക്
വായിച്ചുകൊണ്ട് വീഡിയോ കണ്ടുകൊണ്ട് ഈ ഓരോ ക്വസ്റ്റ്യനും കറക്റ്റായിട്ട് പഠിക്കാം, എഫക്റ്റീവായിട്ട് പഠിക്കാം. അപ്പോൾ നിങ്ങൾ MCQ മാത്രമാണ് തെറ്റിദ്ധരിക്കരുത്. ഇതിൻ്റെയൊക്കെ തിയറി എടുത്തുകൊണ്ടാണ്, തിയറിയുടെ അവസാനമാണ് നമ്മൾ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിലേക്ക് എത്തുക. അപ്പം മാക്സിമം പോസിബിൾ ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്തുകൊണ്ട് വിത്തിൻ 4 വീക്സ് നിങ്ങൾക്ക് ബുക്ക് തരുന്നതാണ്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിൻ്റെ ബുക്ക്. അത് നമ്മൾ ബാച്ചിൽ ജോയിൻ ചെയ്യുന്ന എല്ലാവർക്കും നമ്മൾ കൊറിയറായിട്ട് അയച്ചു കൊടുക്കുക ചെയ്യുന്നത് ബുക്ക്. അപ്പോൾ ആരും ബുക്ക് മാത്രമായിട്ട് ചോദിക്കരുത്. ബുക്ക് മാത്രമായിട്ട് കിട്ടിയിട്ട് നിങ്ങൾക്ക് കാര്യമില്ല. കാരണം അതിൻ്റെ സൊല്യൂഷൻ നമ്മളെ ആപ്പ് ത്രൂവേ കിട്ടുള്ളൂ. അപ്പോൾ ആപ്പ് പർച്ചേസ് ചെയ്തവർക്ക് മാത്രമേ ഇതിൻ്റെ സൊല്യൂഷൻസ് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ശാസ്ത്ര ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ളൊരു ആപ്പ് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. അതുപോലെ തന്നെ ആപ്പ് സ്റ്റോറിലും നമ്മളെ ആപ്പുകളുണ്ട്. ആ ആപ്പ് വഴിയാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ ഒരു കറക്റ്റ് ഷെഡ്യൂള് നമ്മളൊരു വാട്സപ്പ് ഗ്രൂപ്പിലിടും. ആ ഷെഡ്യൂൾ അനുസരിച്ചുള്ള ക്ലാസ്സസ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഈ മൊത്തം സിലബസ് കവർ ചെയ്യാൻ എടുക്കുന്ന ടൈം എന്ന് പറയുന്നത് 30 days ആണ്. 30 ദിവസം കൊണ്ട് നമ്മൾ ഈ മൊത്തം സിലബസ് കവർ ചെയ്യുന്ന രീതിയിലാണ് പ്ലാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ള 2 മാസം എന്ന് പറയുന്നത് എഫക്റ്റീവായിട്ട് നമുക്ക് അഡീഷണൽ ആയിട്ടുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസും അതിൻ്റെ ഡിസ്കഷനൊക്കെ ചെയ്യാനാണ് ബാക്കിയുള്ള ടൈം എന്ന് പറയുന്നത്. അപ്പോൾ വിത്തിൻ 1 month കൊണ്ട് തന്നെ നമ്മൾ സിലബസ് കവർ ചെയ്യുന്ന രീതിയിലാണ് നമ്മളെ സ്റ്റഡി പ്ലാൻ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു എക്സ്പേർട്ട് ഗൈഡൻസ് ഉണ്ടെങ്കിൽ എന്തായാലും ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഇന്ന് തന്നെ കോഴ്സ് എടുക്കുക. കൂടുതൽ അറിയാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് ഒരുമിച്ചിരുന്ന് പഠിക്കാം. ഓക്കെ. സോ വൈ ശാസ്ത്ര? ശാസ്ത്ര എന്ന് പറയുന്നത് പ്യുവറായിട്ട് ഇലക്ട്രോണിക്സിനെ മാത്രം, ഇലക്ട്രോണിക്സും അതിൻ്റെ അലൈഡ് ബ്രാഞ്ചിനെയും മാത്രം ഫോക്കസ് ചെയ്യുന്ന ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ഒരുപാട് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ലെക്ചർ പോളിയുടെ കോച്ചിങ് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇലക്ട്രോണിക്സ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് വേറെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, അതുപോലെ ഇലക്ട്രോണിക്സ് അതിൻ്റെ അലൈഡ് ബ്രാഞ്ചിലുള്ള കോഴ്സസ് മാത്രമാണ്. ഇതല്ലാതെ നമ്മൾ പ്രൊവൈഡ് ചെയ്തൊരു കോഴ്സ് എന്ന് പറയുന്നത് ഇൻഡസ്ട്രി സെക്ഷൻ ഓഫീസർ മാത്രമാണ്. ബാക്കിയെല്ലാം നമ്മൾ ഇലക്ട്രോണിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കോച്ചിങ് ആണ്, അല്ലെങ്കിൽ കുറച്ച് ഇലക്ട്രിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള കോച്ചിങ് മാത്രമാണ് ശാസ്ത്ര കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ശാസ്ത്ര ഇതുവരെ ഓൺലൈനായിട്ട് കൊടുത്തിരിക്കുന്ന കുറച്ച് കോഴ്സസാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഇപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള ലെക്ചർ ബാച്ച്, തൊട്ട് മുന്നേ നടന്ന അസിസ്റ്റൻറ്റ് പ്രൊഫസർ, എൻജിനീയറിംഗ് അസിസ്റ്റൻറ്റ്, IEO, അതുപോലെ തന്നെ ഡെമോൺസ്ട്രേറ്റർ ECEL, ജൂനിയർ ഇൻസ്ട്രക്ടർ EMEC കൺസ്യൂമർ, ജൂനിയർ ഇൻസ്ട്രക്ടർ ടെക്നീഷ്യൻ പവർ ഇലക്ട്രോണിക്സ്, അതുപോലെ തന്നെ ലെക്ചർ ഇൻ E&I, ജൂനിയർ ഇൻസ്ട്രക്ടർ മെഡിക്കൽ ഇലക്ട്രോണിക്സ്, PWD AE. ഇതിപ്പോൾ നമ്മൾ കൊടുക്കുന്ന കോച്ചിങ് ആണ്. KWA ഓപ്പറേറ്റർ, KCB സബ് എഞ്ചിനീയർ, ടെക്നീഷ്യൻ മിൽമ, പോലീസ് കോൺസ്റ്റബിൾ ടെലികമ്മ്യൂണിക്കേഷൻ, ജൂനിയർ ഇൻസ്ട്രക്ടർ, ഡെമോൺസ്ട്രേറ്റർ E&I, അതുപോലെ ട്രേഡ്സ്മാൻ E&I. ഇത്രയും കോച്ചിങ്ങുകളാണ് നമ്മൾ ഓൺലൈനായിട്ട് കൊടുത്തിരിക്കുന്നത് ഇതുവരെ. പിന്നെ ഓഫ്ലൈൻ ബാച്ച് നമുക്ക് ഒരുപാട് ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് നമ്മൾ റീസെൻ്റ് ആയിട്ടാണ് ഓൺലൈനിലേക്ക് മാറിയത്. ഇത്രയും കോച്ചിങ്ങുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ റാങ്ക് ലിസ്റ്റ് വന്ന കുറച്ച് കുട്ടികളുടെ ഡീറ്റെയിൽസാണ്. അസിസ്റ്റൻറ്റ് പ്രൊഫസർ, അതുപോലെ ട്രേഡ്സ്മാൻ ഇലക്ട്രോണിക്സ് ജില്ലാടിസ്ഥാനത്തിൽ നടന്നപ്പോൾ ഒരുപാട് ജില്ലകളിൽ 1ാം റാങ്ക് നമ്മുടെ സ്റ്റുഡൻസിനായിരുന്നു. അതുപോലെ തന്നെ PWD എഞ്ചിനീയറിംഗ് അസിസ്റ്റൻറ്റിൽ ഫസ്റ്റ് റാങ്ക് നമുക്കായിരുന്നു. റീസെൻ്റ് ആയിട്ട് നടന്ന ട്രേഡ്സ്മാനിലും 1ാം റാങ്ക് ശാസ്ത്രയിൽ സ്റ്റുഡൻസ് ആയിരുന്നു. അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് അസിസ്റ്റൻറ്റ് ഒരുപാട് പേര് റാങ്ക് ലിസ്റ്റിൽ വന്നു, അവർക്ക് അപ്പോയിൻമെൻറ്റും വന്നു. ജൂനിയർ ഇൻസ്ട്രക്ടർ ടെക്നീഷ്യൻ പവർ ഇലക്ട്രോണിക്സിൽ വന്ന കുട്ടികളുടെ അപ്പോയിൻമെൻറ്റ് ചാർട്ടാണ്. അതുപോലെ തന്നെ പോലീസ് കോൺസ്റ്റബിൾ ടെലികമ്മ്യൂണിക്കേഷനും നമുക്ക് ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. ഈ വലിയൊരു റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് ഡെമോൺസ്ട്രേറ്റർ ഇലക്ട്രോണിക്സിൻ്റെ റാങ്കാണ്. ഒരുപാട് കുട്ടികൾ അപ്പോയിൻമെൻറ്റ് വന്നു ഈ പോസ്റ്റിൽ. അപ്പോൾ ഇത് കുറച്ച് അച്ചീവ്മെൻറ്റ്സ് മാത്രമാണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. നമുക്ക് ഓഫ്ലൈനായിട്ട് ഒരുപാട് കുട്ടികൾ ശാസ്ത്രയിൽ പഠിച്ച സ്റ്റുഡൻസിന് ജോലി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ശാസ്ത്രം നൽകുന്ന ഉറപ്പ്. നമുക്ക് ഇന്ന് തന്നെ ലെക്ചറിൻ്റെ ബാച്ചിൽ ജോയിൻ ചെയ്യാം, പഠിച്ചു തുടങ്ങാം. എഫക്റ്റീവായിട്ടുള്ള വേയിലൂടെ നമുക്കിത് ക്രാക്ക് ചെയ്തെടുക്കാം.